ഇതിപ്പോ നമുക്ക് നിങ്ങളിവിടെ സിറ്റിക്ക് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വിളിച്ച് തീർക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ നിങ്ങളുടെ കുറച്ച് സൈഡ് കേട്ടായിരുന്നു. നിങ്ങൾ ആദ്യം ഇതുപോലെ വന്ന് ഒരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. പെട്ടെന്ന് ഒരു ദിവസം ഇന്നലെ ഇയാൾ വന്നിട്ട് ഈ മാസ്ക് വെച്ച ആൾ വന്നിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞു, അത് നമ്മൾ കേട്ട്. അത് കഴിഞ്ഞ വെളിയിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങള് കേട്ടായിരുന്നു. ഇപ്പൊ ഇവൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങള് മെറ്റയടിച്ചാണ് നമ്മുടെ 1000 കോടി 1200 കോടി നിങ്ങൾ വിളിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് നമ്മൾ ആ ലേലം വിളിച്ച സമയത്ത് ഇവൻ ഞങ്ങൾ ക്ലബായിരുന്നു. ആ സമയത്ത് ഇവൻ ഞങ്ങൾ ക്ലബിൽ പോലും ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തില് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങൾക്ക് 1000 കോടി പോലും എടുക്കാനില്ല. അതിനുള്ള പ്രൂഫ് നമ്മളുണ്ട്. നമ്മൾ പമ്പ് നിങ്ങൾക്ക് തരാം. സബ് ഗാങ് ആണോ നിങ്ങള്? വിളിക്കാൻ പറ്റില്ല. സബ് ഗാങ് ആണോന്ന് നിങ്ങളെ ബാക്കപ്പ് നമ്മളെ കുറച്ച് പ്ലേയേഴ്സ് നമ്മളിൽ കളിക്കുന്നുണ്ട്. അയ്യോ ബ്രോ, ഇങ്ങനെ നിക്കല്ല ബ്രോ. HF-ലായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ലല്ലോ. HF-ലെ കുറച്ച് പ്ലേയേഴ്സ് നമ്മളിൽ കളിക്കുന്നുണ്ട്. അതായത് HF-ൽ ഇപ്പൊ കളിക്കാത്ത കുറച്ച് പ്ലേയേഴ്സാ. നിങ്ങൾ അപ്പുറത്തെ സിറ്റിയിലൊക്കെ ഏത് ഗ്യാങ്ങിനെ കളിക്കണം അതൊന്ന് പറയോ? സിറ്റിയില് ഈ വാളയാർ, ജയിൽ ചാർലി ഇവരൊക്കെ പ്ലേയേഴ്സ് അല്ലേ? ജയിൽ ചാർലി ഒന്നും നമ്മളെ കൂടെ ഉള്ള അല്ല ബ്രോ. ഞാൻ വലിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വാളയാർ പരമേശ്വരൻ എന്ന് പറഞ്ഞ ആളാണ് അരിവനെതിരെ വലിക്കല്ലേ, അവനെ നമ്മൾ ഗ്യാങ്ങിൽ കൊണ്ടുപോകാൻ നിക്കാന്ന് പറഞ്ഞത്. GNR-ൽ കയറ്റാൻ നിക്കാന്ന് അന്റെ പറഞ്ഞില്ലേ? GNR-ൽ അവനെ കയറ്റാൻ നിർത്താൻ മീനായിട്ട് ഞാൻ ഒരു കാര്യം, നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായിട്ടുണ്ടോ? നീ പറയുന്നതിന് നമ്മൾ പറയുന്നതിന് നമ്മൾ പ്രൂഫ് ഉണ്ട്. അത് പറയാൻ നമ്മൾ ഇന്നലെ നമ്മൾ DC പോയിട്ട് എല്ലാ കുറെ പ്രൂഫ് കാണിച്ചു കൊടുത്താ. പെട്രോൾ പമ്പ് വിളിച്ചത് നിങ്ങളല്ലേ? പെട്രോൾ പമ്പ് വിളിച്ചത് നിങ്ങളല്ലേ? സിറ്റിയില് നിങ്ങൾ മാത്രമേ TV വിളിച്ചപ്പോ തിരിച്ചു വിളിച്ചോളൂ. അല്ല, നമ്മൾ ഒറ്റക്കല്ല വിളിച്ചേ. നമ്മളും SKS-ൽ ഉണ്ടായിരുന്ന പാബ്ലോയോടും കൂടി ചേർന്നിട്ടാണ് ഒരുമിച്ചാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സമ്മതിച്ചു അല്ലേ? നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സമ്മതിച്ചു 1000 കോടി വരെ നമ്മള് വിളിച്ച് അല്ല നമ്മള് കൃത്യമല്ല വിളിച്ചത്. നമ്മള് ടോട്ടൽ ഞങ്ങളുടെ എല്ലാം കണക്ട് ചെയ്തിട്ട് 1250 കോടി ഉണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ വിളിച്ച്. ബ്രോ അതാണ് പറയണേ. ഇവര് കൃത്യം എത്ര കാശിനെ വിളിക്കുമെന്ന് മെറ്റടിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൃത്യ കാശിനെ വിളിച്ചു. നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നു സമയത്ത് കടം മേടിച്ചതാ. ഇപ്പോഴും നമ്മളെ മെറ്റടിച്ച് നോക്കും. ഇപ്പോഴും അതിന്റെ കടം വീട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ 1000 കോടിയുടെ ഇഷ്യൂ ആണ് പ്രശ്നം. ഒരു കാര്യം 500 കോടി നമുക്ക് തന്നാൽ നമ്മളത് മറക്കാൻ റെഡിയാണെന്ന് പറയാൻ മള്ളി. നമ്മൾ കടം തീർക്കുമല്ലോ. ഈ കഴിഞ്ഞ സിറ്റുവേഷൻ ഇറങ്ങിപ്പോയ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞ അവരാദ്യ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലേ? അവരിറങ്ങിപ്പോയ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞ അവരാദ്യത്തിൽ നീയും ഉണ്ടായിരുന്നില്ലേ? ആ റേഡിയോ കയറി പറഞ്ഞത് എന്ത് അമ്പ് കളിച്ചെന്ന് നീ പറയുന്നേ? വെരി ബാഡ്. ആൾക്കാരാണോ ഇപ്പൊ?
ഉള്ളവരാണ് ഇവരൊരു ഗ്യാങ് ഉള്ളവരാണ്. ഓ നമ്മൾ നേരിട്ട് പറഞ്ഞു ഞങ്ങളടുത്ത് സിറ്റിസൺ റോബറി അപ്പൊ അടിക്കണ്ട. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇവനത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അപ്പൊ ഇവൻ ഇറങ്ങാന്ന് പറഞ്ഞ് സിറ്റീസ് റോബറി അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഗ്യാങ്ങിന്ന് ഇറങ്ങോ? ഇന്നലെ കോൾ വിളിച്ചോളൂ നീ അതാ പറഞ്ഞേ. എന്തെങ്കിലും പറയണ്ട, അല്ലാണ്ട് ഈ HF-ത്തുള്ളവരെ കൂടെ കളിച്ചാൽ എനിക്ക് ചീത്തപ്പേര് വരുമെന്ന് എനിക്ക് മനസ്സിലായി, അതാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടാണ് 2 മാസം നീ കളിച്ചേ. അല്ല അപ്പൊ HF-ന്റെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. HF-ന്റെ അല്ല നമ്മൾ തുടങ്ങിയത് മുതലേ HF-ല് OG കുറച്ച് 2-3 പ്ലേയേഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു HF-ൽ? ആരുണ്ടായിരുന്നു എന്ന് പറയോ? പറഞ്ഞുതരാം. മുള്ളി അങ്ങനെ HF-ലെ പ്ലെയർ ഉണ്ടെങ്കിൽ പിന്നെ അവൻ ഗ്യാങ്ങിൽ ഇറങ്ങണം, ഞാനും ഈ ഗ്യാങ്ങിൽ ഇറങ്ങണല്ലോ. ഇതിലെ മൊത്തം ഗ്യാങ്ങിലെ പ്ലേയേഴ്സ് ഇപ്പൊ നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലോ. അത് ശരിയല്ലേ? ഞാൻ ഇറങ്ങട്ടെ? ഇതൊക്കെ വെറുതെ ന്യായമില്ലാത്ത കാര്യമാണ്. എടുത്തിട്ടില്ല ഇതുവരെ. അത്രയ്ക്ക് ഗതികേട് പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ വേണ്ടി ജയിൽ സർവീലങ്ങ് അടിക്കാം, പ്രശ്നം കഴിയട്ടെ. സംസാരിക്കാണെങ്കിൽ 3 ദിവസം സംസാരിക്കും. എത്ര പേരാ? 10 പേരാ? 20 പേരാ? അടിച്ചേർക്കല്ലോ. അതല്ല ഞാൻ പറയണ, നിങ്ങൾ കാര്യം സംസാരിച്ച് ഇതാക്കല്ല, അത് വെറുതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൂടെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത്ര പറയാനുള്ളൂ. ഇവരിപ്പൊ തന്നെ ഇവിടെ നിന്ന് കള്ളം പറയാണ്. ഈ HF-ലെ സബ് ഗ്യാങ് ആണ് ഈ മാറ്റി പിടിക്കാം. നീ ഇന്നലെ എന്തുവാ പറഞ്ഞേ ഇവിടെ വന്നിട്ട്? എന്തുവാ പറഞ്ഞേ? നീ പറയ്, നിനക്കല്ല അറിയാം. എന്റെ അടുത്ത് ചോദിക്കണ ആരെങ്കിലും ഒന്ന് പറ, നമ്മള് പറയണ്ടേ? ഞാൻ പറയാം. ഓസിയാണേ. അതായത് ഇവൻ പറഞ്ഞാല് ഞങ്ങൾ TV-നെ പറ്റി അല്ലെ TV-യിലുള്ളവരെ പറ്റി VC-യിലിരുന്നു അവരതും പറഞ്ഞതാണ് ഇവ ഇന്നലെ വന്ന് പറഞ്ഞേ. VC-യിൽ പോലും വരാത്തവനാണ് ഈ പറഞ്ഞത്. അതിന്റെ എന്തെങ്കിലും പ്രൂഫ് നിന്റെയിലുണ്ടോ? അതിന്റെ ഒരു പ്രൂഫ് നിന്റെയിലുണ്ടോ? നമ്മൾ HF-ൽ കളിച്ചവരല്ല, നമ്മൾ പുതിയ ഗ്യാങ് തുടങ്ങിയതാ. ഞാൻ ഈ കാര്യം പറയട്ടെ, നമ്മളില്ല പകുതി മുക്കാൽ പ്ലേയേഴ്സും HF-ൽ കളിച്ചവരല്ല, ഒക്കെ സിറ്റിസൺസ് ആയ പുതിയ പ്ലേയേഴ്സ് ആണ്. അല്ല ഈ HF-ന്ന് പകുതി പേര് ഇപ്പൊ ഇവിടെ കയറിയിട്ട് HF-ന്ന് എത്ര പേര് നമ്മളിലുണ്ട്? HF എക്സലാൻഡ് കളിച്ച ഒരാൾ നമ്മളെ ഗ്യാങ്ങിലില്ല. അത്ര ഞാൻ ചോദിക്കണുള്ളൂ. ഈ പൈലറ്റ് അപ്പൊ സിയോണിലും ബാക്കിയുള്ള സിറ്റിയിലൊക്കെ കളിച്ചവരുണ്ടെന്നാണ് നിങ്ങൾ പണ്ട് കളിച്ച കുറച്ച് പേര് നമ്മളിലുണ്ട്. അതെന്താ ബ്രോ? അത്ര ഞാനും പറഞ്ഞോളൂ. നിങ്ങൾ തന്നെ പറയേണ്ട കാര്യങ്ങള്. അതാണോ നിന്റെ പ്രശ്നം? HF-ൽ നമ്മളിൽ കളിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നമുക്ക് എല്ലാവരുടെ എല്ലാവർക്കും വിളിച്ചില്ലേ? അത് ഞങ്ങൾ HF-ന്ന് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ്, പ്രശ്നമുള്ളത് കൊണ്ടാണ് വിളിച്ചത്. അതോ ഇവൻ എന്ത് പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മളെ വിളിച്ചു? അയ്യോ നമുക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ HF-ൽ പ്ലേസ് എടുക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് വിട്. ഞാൻ പറഞ്ഞത് അതല്ല. നിങ്ങളുടെ ആൾക്കാർ നമ്മുടെ ഗ്യാങ് ഹൗസിനകത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അവിടുന്ന് ഇത് തുടങ്ങി. അത് തുടങ്ങി കഴിഞ്ഞപ്പോ ഉടനെ നിങ്ങൾ അമ്പി കളിക്കുകയാണെന്ന് പറഞ്ഞ് ഇവൻ വന്ന് സംസാരിച്ച് അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോണത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രൂഫ് ഉണ്ട്. അതായത് ആദ്യം വന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു സംസാരം ഉണ്ടായിരുന്നു, നിങ്ങളെ ഡ്രാഗ് ചെയ്തേ. ആ സംസാരം ഞങ്ങളൊരു പ്രൂഫ് ഉണ്ട്. പക്ഷെ ഇവൻ വന്ന് നിങ്ങളിൽ പറഞ്ഞാൽ ഇവന്റെ പ്രൂഫ് ഇല്ല. ഞാൻ പറയണേക്ക് ഈ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയണവന്മാര് HF, ഈ റേഡിയോയിൽ നിന്ന് പറഞ്ഞവരും HF, ഇവര് മൊത്തം HF ആണ്. ഞാൻ പറഞ്ഞോണ്ടിരിക്കാ. നീയൊക്കെ പറയുമ്പോ ഞാൻ മിണ്ടാട്ടുന്നില്ലേ? ഞാൻ ഇത്ര നാള് HF-ൽ നിന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങളുടെ ഈ ഇറങ്ങിപ്പോയൊക്കെ പറഞ്ഞ ഈ കഴിഞ്ഞ നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായില്ലേ? റേഡിയോയില് പറഞ്ഞവരാണ് ഇപ്പൊ DNR പേര് വന്നിട്ട് ഈ പേര് മോശം കളയാൻ വേണ്ടിട്ട് ഈ HF-ലുള്ളവരെ ജയിൽ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് മറ്റേ വേട് വെച്ച് അബ്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അമ്പി കളിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. അല്ല ഈ കഥ എത്ര റേറ്റി?
അത് പറഞ്ഞേ. നീ എന്തൊക്കെയാടാ പറഞ്ഞ? നീ എപ്പോഴാ ഗ്യാങ് യൂസ് ചെയ്തിട്ടുള്ളത്? നീ എപ്പോഴൊക്കെ വന്നിട്ടുണ്ട്? എനിക്ക് ചോദിക്കാനുള്ളത് ജയിൽ ചാർലി വന്നിട്ടുണ്ടോ? ജയിൽ ചാർലി വന്നിട്ടുണ്ടോ? അവ UK ഇല്ലേലും ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. HF കളിപ്പിക്കണോ ആരെ കളിപ്പിക്കണോന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ, നീ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി, നീ പുതിയൊരു ഗ്യാങ്ങിലോട്ട് പോകുന്നു, അത് മനസ്സമാധാനത്തോട്ട് പോട്ടെ. ഇവരുടെ വഴിക്ക് പോകണം. നമുക്കൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന സാധനം സിറ്റിയിൽ ഇല്ല. നമുക്ക് ആരും ബിൽഡ് ചെയ്യാനും താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് വെറുതെ വഴിയെ പോണ ആൾക്കാരടുത്ത് ഞങ്ങൾക്ക് അടിക്കുകയും വേണ്ട. GNR നമ്മളിപ്പോ നിങ്ങൾ തുടങ്ങുന്നത് നല്ലൊരു ഗ്യാങ്ങായി ഫോം ആയിട്ട് വരട്ടെ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോട്ടെ. നീ ഇപ്പൊ പുതിയൊരു ഗ്യാങ്ങിനകത്ത് കയറുന്നു, നീ ആ വഴിക്ക് പോട്ടെ. നമുക്ക് അങ്ങനെ സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണാം. ഇതിന്റെ പേരിൽ നിങ്ങൾ തുടക്ക സമയത്ത് തന്നെ ഒരു അടി വഴക്കുവാണെങ്കിൽ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതിപ്പം പുതിയതായിട്ട് തുടങ്ങി ഇവരുടെ അടി ഉണ്ടാവേണ്ടി വരും. നീ പോകുമ്പോ അത് കഴിയുമ്പോൾ ഇവര് വന്ന് നീ ഇപ്പൊ കയറാൻ പോണ ഗ്യാങ്ങുമായിട്ട് അടിയാവും. അത് ആകെ മൊത്തത്തിൽ വൾക്കറാവും. അതിലും ഭേദം ഇതല്ലേ. ഇവര് ഞങ്ങളെ ഗ്യാങ് ഇറങ്ങുന്നോ വേറെ ഗ്യാങ് കയറുന്നോ നമുക്ക് പ്രശ്നമില്ല. ഇവന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇവൻ വെറുതെ നമ്മളെ കുറിച്ച് അവരാന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? ഇല്ലാത്തത്. ഞാൻ ഒരു ഐഡിയ പറയാം. നിങ്ങള് ആ ജയിൽ ചാർലിയെ പിടിച്ചടിക്കണം. അവ ഏത് ഗ്യാങ്ങിലാണ്? ഇന്നലെ ഗ്യാങ് കയറിയത് അവൻ ഇതുവരെ ഗ്യാങ്ങിലില്ലായിരുന്നു. അവനൊരുവട്ടം അടിച്ചതാ. എന്നിട്ടാണ് അവൻ റേഡിയോയിൽ വന്നിട്ട് അന്ന് നമ്മളോട് സംസാരിച്ചപ്പോ TVനെ ട്രാക്ക് ചെയ്തേ. അതാണ് ഞങ്ങൾ അന്ന് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞത്. ഞങ്ങളുടെ സിറ്റുവേഷനില് ഇറങ്ങി വന്നല്ലേടാ അതിന്റെ കൂടെ എന്തെങ്കിലും പ്രൂഫ് ഹലോ ഒന്ന് മിണ്ടായിരിക്കോ? കളിക്കണേന്ന് പറയാൻ മാത്രമേ വന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. എത്ര മെമ്പേഴ്സ് ഉണ്ട് നീ പറ? അല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വാസുവിന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ പുറത്തെന്ന് പറയണ ഈ കാര്യം അറിയിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. വേറൊന്നുമല്ല. അല്ലാതെ നിങ്ങളായിട്ടൊന്നും പറയാനൊന്നുമല്ല. ബ്രോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ക്ലിയർ പ്രൂഫ് വെച്ചിട്ടുണ്ട്. ഇവന്റെ ഒറ്റ പ്രൂഫ് ഇല്ല. അറിഞ്ഞൂടെ? അപ്പൊ നമ്മൾ എന്താണോ പറഞ്ഞത്, നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് തന്നില്ല. അത് ഇവൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്കും പ്രൂഫ് എല്ലാ കാര്യവും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്തത് നമ്മുടെ കയ്യിൽ ഹീറ്റ് വരേണ്ട ആ ഒരു സംഭവം. കാര്യം ഇവൻ വെറുതെ വന്ന് വായത്തോന്നി വന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. അതിപ്പോ ഒരു അബ്യൂസ് ആയിട്ടാ കണക്കാക്കണം. ഇവ HF കളിച്ചവരാണ്. ഇവൻ അത്രയും ആകട്ടെ പരിപാടി വെച്ചിട്ടുള്ള ഇവ HF കളിച്ചവരാണെന്ന് ഞാൻ 4 വർഷം HF കളിച്ചാണ്. ഓക്കെ, അവർ കളിച്ചിട്ടുണ്ട്, വെടിവെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത് പറയാൻ അറിയില്ല. ഞാൻ ഇപ്പൊ GNRല കളിക്കണേ. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാങ് ഇറങ്ങി ഒരു ഗ്യാങ് കയറി മറ്റേ ആ ഗ്യാങ്ങിനെ ഇത് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല.
ഓക്കെ ഞാൻ HF കളിച്ച് എനിക്ക് വലിയ പ്രശ്നമുണ്ടോ അതല്ല അതിലിപ്പോ അതിലൂടെ പറയാൻ എന്ത് കാര്യമുണ്ട് HF-നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പേര് റാംബോ. ഞാൻ ഇത്രയും കാലം HF-ലാണ് കളിച്ചത്. നീ എന്നെ വിളിച്ചിട്ടില്ല സിറ്റി റോബറി അടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു HF-ന്റെ കൂടെ കളിക്കുന്നതിന്. ഇല്ലേ അളിയെ എന്നെ നീ വിളിച്ചിട്ടുണ്ടോ സിറ്റിസൺ റോബറിക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അമ്പി കളിക്കല്ലേ സിറ്റിസൺ റോബറി ചെയ്യാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നു ബ്രോ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവന്റെ മെയിൻ ആയി പ്രശ്നമാണ്. നമ്മൾ ലാസ്റ്റ് റൈൻബോനെ വിളിച്ചപ്പോ ഇവൻ VC വന്ന് നമ്മൾ എന്താ കാര്യം ചോദിച്ചപ്പോ ഇവൻ ഡയലോഗ് അടിച്ചു. ബ്രോ നിങ്ങളെ കൂൾ ഡൗൺ കൊടുത്തില്ല. അവനെ കൂൾ ഡൗൺ കൊടുത്ത അവനെ ഏതെങ്കിലും ഗാംഗിൽ പറഞ്ഞു വിടാൻ അവൻ പോയി കളിക്കട്ടെ. ചിലപ്പോ അതിന്റെ അതിന്റെ ഫസ്റ്റ് മാത്രമാണ് ബ്രോ. അതിന്റെ ഫസ്റ്റ് മാത്രമാണ് അതുപോലെ നമ്മുടെ ഓരോ മെമ്പേഴ്സും കയറി തെളിയിച്ചാണ് ഇത്രയും സിറ്റുവേഷൻ ഉണ്ടാക്കി. ഇത് നേരെ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മളൊന്ന് സംസാരിക്കും. അഡ്മിൻ ഇത് മാച്ചാണ്. അഡ്മിൻ മാച്ചാണ് ടിക്കറ്റ് കളിക്കും. അഡ്മിൻ പറ്റിയതൊക്കെ നമുക്കാണ് ഓസി ടോക്ക് വന്നത്. കൊണ്ടുപോയി ഇനി സംസാരിച്ച കൊണ്ടുപോയി നിനക്ക് എന്താ പറ്റാ ഇത് പുതിയ അടിക്കാൻ പറ്റിയത് സ്ഥലമായി മാറിയിട്ടത്. നീല എല്ലാരും പറഞ്ഞിട്ട് ഗേറ്റ് ഇറക്കി വിടുന്നത്. പ്രശ്നമായിട്ടാടി